ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നോസ്റ്റിക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കാണ്. പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കിൽ ഫ്രം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇൻ ടു ആൻഡ് ബിറ്റ്വീൻ, ഇൻ ടു എന്നതും ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രിപ്പോസിഷൻസും അതിൻ്റെ യൂസിങ്സും എക്സാമ്പിൾസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി നമ്മൾ ഏതാണ് ഇൻ ടു എന്നതിൻ്റെ യൂസിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Into is used to mention to a position in or inside something. Into is used to mention to a position in or inside something. ഉള്ളിലേക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വേർഡാണ് into എന്ന് പറയുന്നത്. വീടിനുള്ളിലേക്ക്, റൂമിനുള്ളിലേക്ക് അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ ആണ്. എക്സാമ്പിൾ നോക്കിയേ, കം ഇൻ ടു ദി ഹൗസ്, കം ഇൻ ടു ദി ഹൗസ്, വീടിനുള്ളിലേക്ക് വരൂ. ഷീ ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ, ഷീ ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ, വെള്ളത്തിലേക്ക് അവൾ എടുത്തു ചാടി. ഹി ത്രൂ ദ ലെറ്റർ ഇൻ ദ ഫയർ, ഹി ത്രൂ ദ ലെറ്റർ ഇൻ ടു ദി ഫയർ, അവൾ കത്ത് തീയിലേക്ക് എറിഞ്ഞു. അപ്പോൾ നോക്കിയ മൂന്ന് എക്സാമ്പിളും, കം ഇൻ ടു ദ ഹൗസ്, ഷീ ഡൈവ്ഡ് ഇൻ ടു ദ വാട്ടർ, ഹി ത്രൂ ദ ലെറ്റർ ഇൻ ടു ദ ഫയർ. എന്താണ്? വീടിനുള്ളിലേക്ക് വരൂ. അപ്പോൾ ഉള്ളിലേക്ക് എന്ന അർത്ഥത്തിലാണ് അവിടെ നമ്മൾ ഇൻ ടു എന്ന ടേം ഉപയോഗിച്ചത്. ഹി ത്രൂ ദ ലെറ്റർ ഇൻ ടു ദ ഫയർ, അവൾ കത്ത് തീയിലേക്ക് എറിഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്? ഈ ലേക്ക് എന്ന ആ ഒരു തീൻ്റെ ഉള്ളിലേക്ക് എന്ന ആ ഒരു ടേമിൻ്റെ അർത്ഥത്തിനാണ് നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചത്? ഇൻ ടു എന്ന പ്രിപ്പോസിഷനെ ഉപയോഗിച്ചത്. മൂന്ന് എക്സാമ്പിളും കണ്ട് ക്ലിയർ ആയില്ലേ? എന്താണ് ആ മൂന്നിലും പറയുന്നത്? ഉള്ളിലേക്ക് എന്ന ആ ഒരു മീനിങ് വരുന്നതിനെയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് എന്ന ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിച്ചത്? ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ ഫസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചത്. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ചില വേർബ്സിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഫ്രമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്? ചില വേർബ്സിൻ്റെയും അതുപോലെ അഡ്ജക്റ്റീവ്സിൻ്റെയും കൂടെ എപ്പോഴും ഫ്രം വരുമെന്ന്, അല്ലേ? അതുപോലെ തന്നെ ഇൻ ടു എന്ന ടേമിലും ചില വേർബ്സിൻ്റെ കൂടെ എന്താണ് എപ്പോഴും ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ വേർബ്സ്? ഗെറ്റ് ആൻഡ് പ്രേ. ഏതാണ്? ഗെറ്റ് ആൻഡ് പ്രേ. അതിൽ ഗെറ്റ് എന്ന വാക്കിൻ്റെ കൂടെ ട്രബിൾ എന്നും കൂടി ആ സെൻറ്റൻസിലുണ്ടെങ്കിൽ, മനസ്സിലായോ? ഗെറ്റ് എന്ന വാക്കിൻ്റെ കൂടെ ട്രബിൾ എന്നും കൂടി ആ സെൻറ്റൻസിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഇൻ ടു എന്ന പ്രിപ്പോസിഷനെ എന്താണ് ഉറപ്പായിട്ടും ഉപയോഗിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഏതാണ്? പ്രേ ഇൻ ടു. ഈ രണ്ട് വേർബ്സിൻ്റെയും കൂടെ നമ്മൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അവിടെ നമ്മൾ ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗെറ്റ് എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ട്രബിൾ എന്ന വേർഡും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ എന്തുപയോഗിക്കുക? ഇൻ ടു എന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഏതാണ്? ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ ആണ്, അല്ലേ? അതിൻ്റെ യൂസിങ്സും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഇടയിൽ എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് അറിയാവുന്ന ഒരു പ്രിപ്പോസിഷൻ വേർഡാണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അതിൻ്റെ യൂസിങ് നോക്കിയേ. We use to between to refer to two things which are clearly separated. We use between to refers to two things which are clearly separated. ക്ലിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത രണ്ട് വസ്തുക്കൾക്ക് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. We use between to refer to two things which are clearly separated. ക്ലിയർ ആയിട്ട് നമ്മൾ രണ്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കോ ഇടയിൽ എന്ന് പറയുന്നതിന് വേണ്ടി. ഇപ്പോൾ രണ്ട് വ്യക്തികളെ പറ്റിയിട്ട് അവർക്കിടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ പറയുമ്പോൾ അതിനിടയിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ബിറ്റ്വീൻ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ നോക്കിയേ. ദ ചൈൽഡ് ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഹിസ് പാരൻസ്. ദ ചൈൽഡ് ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഹിസ് പാരൻസ്. കുട്ടികൾ മാതാപിതാക്കളുടെ ഇടയിൽ ഇരിക്കുന്നു. കുട്ടികൾ മാതാപിതാക്കളുടെ ഇടയിൽ ഇരിക്കുന്നു.
There was a cyclist between the car and lorry. കാറിനും ലോറിക്കും ഇടയിൽ ഒരു സൈക്കിൾ യാത്രക്കാരനും ഉണ്ടായിരുന്നു. ആ ഒരു 2 സെന്റൻസിലും എക്സാമ്പിൾസിലും നോക്കിയാൽ മനസ്സിലായില്ലേ? ഇടയിൽ എന്ന ഒരർത്ഥത്തിലൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബിറ്റ്വീൻ എന്ന ഫോമാറ്റ് ഉപയോഗിക്കുന്നത്. അതിൽ എന്താണ്? There was a cyclist between the car and lorry. കാറിനും ലോറിക്കും ഈ രണ്ടെണ്ണത്തിനും ഇടയിൽ എന്താണ്? ഒരു സൈക്കിൾ യാത്രക്കാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? 2 കാര്യങ്ങൾക്കിടയിലെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ്, ടോക്ക് എബൌട്ട് ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. ടോക്ക് എബൌട്ട് ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു പ്രവൃത്തിയുടെ സമയത്തെ പറയുന്നതിന് വേണ്ടി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ സമയത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്തുപയോഗിക്കും? ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷനെയാണ് ഉപയോഗിക്കാറുള്ളത്. ദ ഓഫീസ് വർക്ക്സ് ബിറ്റ്വീൻ 10 AM and 5 PM. ദ ഓഫീസ് വർക്ക്സ് ബിറ്റ്വീൻ 10 AM and 5 PM. 10നും 5നും ഇടയിൽ എന്ന ഒരു യൂസിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ എന്തുപയോഗിച്ചത്? പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള ബിറ്റ്വീൻ എന്ന വാക്കിനെയും ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇൻ ടു ആൻഡ് ബിറ്റ്വീൻ, ഈ 2 പ്രിപ്പോസിഷൻ്റെയും യൂസിങ്സും എന്താണ്, എക്സാമ്പിൾസും ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ ഒരുപാട് പ്രിപ്പോസിഷൻ വേർഡ്സ് നമ്മൾ ഇതുവരെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഇൻ, ഓൺ, ടു, അറ്റ്, ബൈ, ഓഫ്, ഫ്രം, ബിറ്റ്വീൻ, ഇൻ ടു ആൻഡ് എക്സെട്ര. ഇത് കൂടാതെ ഒരുപാട് പ്രിപ്പോസിഷൻ വേർഡ്സ് ഉണ്ട് അല്ലേ? നമ്മൾ ഫസ്റ്റ് പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രിപ്പോസിഷൻ വേർഡ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, അതുപോലെ എപ്പോഴും നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന എപ്പോഴും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രിപ്പോസിഷൻ വേർഡ്സും അതിൻ്റെ യൂസിങ്സും എക്സാമ്പിൾസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഇനിയും ഉണ്ട് നമുക്ക് പ്രിപ്പോസിഷൻ വേർഡ്സ്. അതൊന്നും നമ്മളിങ്ങനെ ഫെമിലിയർ ആയിട്ട് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒന്നും നമ്മൾ പറയുന്നില്ല. അതിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വേർഡ്സിൻ്റെ യൂസസ് മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്ക് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് മറ്റൊരു ക്ലാസ്സും അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.